ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രമുഖർ കുറച്ച് യൂട്യൂബേഴ്സ് അല്ല, ഒരു യൂട്യൂബർ ഈ കുറേ എന്താ പറയുക നാണം കെട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നന്ദി കാണിക്കണം, സത്യമാണ്, അത് തെറ്റൊന്നുമല്ല. പക്ഷെ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന കാര്യത്തിന് കുറച്ചും കൂടി കൂറ് വേണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ, നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധം കഴിഞ്ഞു, ഇതൊക്കെ നമ്മൾ മറന്ന കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി യൂട്യൂബ് ചാനലിലൂടെ ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല, ഞാനൊക്കെ ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ കഴിഞ്ഞ കണ്ടന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഇതൊരു പണം വാങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം ഇയാളെ പോലുള്ള ആൾക്കാർ, ഇത്രയും സബ്സ്ക്രൈബറും ഇത്രയും സപ്പോർട്ടുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇയാളോട് എനിക്ക് ഭയങ്കര ആ ഒരു പുച്ഛം തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലും ഇയാൾ വളരെ രീതിയിൽ എന്താ പറയുക നന്മമരൊക്കെ കളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇയാൾ നല്ലൊരുത്തരാണ്, ബാക്കി എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിലാണ് ഇയാളുടെ ഒരു ഭാഷാ ശൈലിയും ഇയാളുടെ സംസാരമൊക്കെ. കാരണം പുച്ഛിച്ച രീതിയിൽ തന്നെയാണ് ഇയാൾ എപ്പോഴും വീഡിയോ ചെയ്യാറ് എന്നുള്ളതാണ്. ഇന്ന് ഇയാൾ നമ്മുടെ ഇസ്മി കൈസ് എന്ന് പറഞ്ഞ യൂട്യൂബറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകം എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം നമ്മുടെ ഷീ ടോക്സ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. ഇവിടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുനിന്ന്. അതിലൊരാളായിരുന്നല്ലോ കടൽ മച്ചാന് സൂരജ് പാലക്കാരനെ സ്വാധീനിക്കാൻ നോക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അന്ന് റിയാക്ട് ചെയ്തതാണ്. അന്ന് ഭയങ്കര വൈറലായിരുന്നു. ഇത്രയും ഉടായ്പകൾ പുറത്തു കൊണ്ടുവന്നിട്ടും എന്തിനാണ് ഈ ഒലിവിയ ഡിസൈൻസിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം എല്ലാവരും ഒരു സമ്പ്രദായത്തെ എതിർക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയി സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ യൂണീക്ക് ആയിട്ട് നിൽക്കാമല്ലോ, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. ബിസിനസ് വളർത്തി ഡിസൈൻസിന് മുന്നിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒലിവിയ ഡിസൈൻസിന്റെ ഒരു വീഡിയോ അങ്ങെടുത്ത് ഇത് ഈ പറഞ്ഞ ഷീ ടോക്കിൽ ചേച്ച് കാണുകയും അത് വെച്ചൊരു കണ്ടന്റ് അടിച്ചിറക്കുകയും ചെയ്തു. എന്താണത്? ഒലിവിയ ഡിസൈൻസിനെ തകർത്തുകൊണ്ട് ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി VRS കുർത്തീസ് നടത്തുന്ന ഒരു അജണ്ടയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആര് പറയാണ്? ഈ ഷീ ടോക്കിൽ ചേച്ചി പറയാണ്. ആ രീതിയിലേക്ക് പുള്ളിക്കാരി ഈ പ്രശ്നത്തെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. നമുക്ക് എന്തായാലും അന്ന് ഷീ ടോക്കിൽ ചേച്ചി ചെയ്ത വീഡിയോ ഒന്ന് കണ്ടോക്കാം. പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചി രംഗത്ത് വന്നിട്ടേ ഉള്ളൂ. അതാണ് ഇവർ കൂടുതൽ ഏറിലാവാനുള്ള കാരണം. എന്തായാലും ഇനി നമ്മുടെ റിയൽ വിഷയത്തിലേക്ക് വരാം. അന്ന് ഒലിവിയ ഡിസൈൻസ് പ്രശ്നം നടക്കുന്ന സമയത്ത് ഒലിവിയ ഡിസൈൻസ് ട്യൂഷനും ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് VRS കുർത്തീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ യൂട്യൂബിലൂടെ ഒക്കെ പരസ്യം ചെയ്ത് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഇവരുടെ പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവാണ്, നല്ല അഭിപ്രായമുണ്ട് ഇവരുടെ പ്രൊഡക്റ്റിനൊക്കെ. എന്തൊക്കെയായാലും ഈ VRSലെ ചേച്ചി ആ സമയത്ത് ആ പെൺകുട്ടികളുടെ കൂടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് നമുക്കറിയാം ആ സമയത്ത് അവിടെ ഒലിവിയ ഡിസൈൻസിൽ നിന്നും ട്യൂഷനെ നേരിട്ട പെൺകുട്ടികൾ ഒരു വ്യാപക വിമർശനം വന്നപ്പോൾ അവർ സ്വയം വെളുപ്പിക്കാൻ നോക്കി. ന്യായമില്ലാത്തടത്ത് വെളുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവിടുത്തെ സോഷ്യൽ മീഡിയന്റെ അവസ്ഥ അറിയാലോ, കൂടുതൽ ഏറിലാവത്തേ ഉള്ളൂ. അതാണ് ഇവർ കൂടുതൽ ഏറിലാവാനുള്ള കാരണം. എന്തായാലും ഇനി നമ്മുടെ റിയൽ വിഷയത്തിലേക്ക് വരാം. അന്ന് ഒലിവിയ ഡിസൈൻസ് പ്രശ്നം നടക്കുന്നു. പക്ഷേ വീഡിയോ തുറന്നു നോക്കിയാലോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല ഇവരെ കുറിച്ച്. ഈ ഷീ ടോക്കിലെ ചേച്ചി VRS കുർത്തീസിനെതിരെ നിരന്തരമായി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വീഡിയോ തുറന്നു നോക്കിയാലോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. ഇവരെ കുറിച്ച് വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നത്. അതായത് ഒരു കാരണമില്ലാണ്ട് പിന്നാലെ നടന്നുള്ള ഉപദ്രവം. പിന്നെ ഇനിയിപ്പോ VRS കുർത്തീസിലെ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ഷോപ്പിന് സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവർ നോക്കി നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടാണ് ഇവർ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ജോലിക്ക് നിൽക്കുന്ന ഷോപ്പിൽ നിന്നും കുറച്ച് കോൺട്രാക്ട് ബേസിൽ പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് സ്വന്തം യൂട്യൂബ് ചാനൽ അത് പ്രദർശിപ്പിക്കും. അതിന്റെ ഓരോ ഡിസൈൻസ് ഇങ്ങനെ പരിചയപ്പെടുത്തും പുള്ളിക്കാരി, എന്നിട്ട് അത് വിറ്റ് പുള്ളിക്കാരി കമ്മീഷൻ എടുക്കും. ഇതാണ് സംഭവം. അതായത് പുള്ളിക്കാരി ജോലി ചെയ്യുന്ന കമ്പനിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ? എടാ നട്ടലില്ലാത്തവരെ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ സ്ക്രോൾ ചെയ്യുന്ന സമയത്തല്ലേ നീ ഓരോ വീഡിയോസ് കണ്ടിട്ട് നീ റിയാക്ട് ചെയ്യാറ്? നിനക്ക് ആരെയും കൊണ്ടുതരുന്നതാണോ വീഡിയോസ്? ആണോ? അവരും അതുപോലെ തന്നെയാണ് ചെയ്തത്. ഷീ ടോക്സ് എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആരും കൊണ്ടു കൊടുത്തിട്ടൊന്നും ചെയ്തല്ല. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ട് അതിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. നീ ഇതിനേക്കാളും വലിയ വലിയ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. നീ പറയുന്നത് മൊത്തം ശരി, ബാക്കിയുള്ളവർ പറയുന്നത് മൊത്തം മണ്ടത്തരാ. നീ VRSനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. VRSന്റെ പേര് പറഞ്ഞാൽ VRSന്റെ മൂക്ക് കയറ്റിയാണ് കയറ്റം അങ്ങോട്ട്. VRSന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മുട്ട് വിറക്കിയാണോ നിനക്ക്? ഞാൻ കാര്യം വയ്ക്കുക. VRSന് നാണമില്ലാതെ VRSനെ പോലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ആ ഷീ ടോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ട് VRSനെ കുറിച്ചുള്ള കഥകൾ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടി നാണവും മാനം വരും എന്നാണ് എനിക്ക് വിശ്വാസം. കാരണം ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ കാര്യം തെറ്റുകാർ തന്നെയാണ്. തെറ്റുകാരല്ലാന്ന് ആരും എവിടെയും പറയുന്നില്ല. തെറ്റുകാർ തന്നെയാണ്. അതിനേക്കാളും വലിയ തെറ്റുകാരാണ് ഈ ഒരു VRS എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അത് നടത്തുന്ന ആ ഒരു മുതലാളി എന്ന് പറയുന്നത്. അത്രയും വൃത്തികെട്ട സ്ത്രീയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അല്ല, നിനക്കൊക്കെ എതിരെ ആ ഒരു വ്യക്തി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ലല്ലോ, സോറി, അത് ഒലിവിയക്കാരായിരുന്നു അല്ലേ നിനക്കെതിരെ കേസ് കൊടുത്തത്? അപ്പം നിനക്കെതിരെയുള്ള നിന്റെ ദേഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം ഒലിവിയക്കെതിരെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഒലിവിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തി നിനക്ക് ശത്രുവായിട്ട് തോന്നാൻ ഇത് മാത്രം കാരണം ധാരാളമാണ്. കാരണം വേറെ ഒന്നല്ല, നിനക്കെതിരെ കേസ് പോയിട്ടുണ്ടല്ലോ അല്ലേ?
അപ്പോൾ നിന്റെ ശുഷ്കാന്തി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും ശുഷ്കാന്തിക്കുള്ള കുട്ട ഞാൻ നിന്നോട് പറയട്ടെ, എല്ലാവരും കണ്ടന്റ് ശരിയെന്ന് തോന്നുന്ന കണ്ടന്റാണ് എല്ലാവരും ചെയ്യുന്നത്. നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയെന്ന് വെക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നീ പറയുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് എത്ര ഉറപ്പുണ്ട്? എത്ര ശതമാനം ഉറപ്പുണ്ട്? നീ പിന്നെ എന്ത് തേങ്ങയാണ് വീഡിയോ കുതിന് ചെയ്യുന്നത്? നീ പറയുന്നതെല്ലാം ശരി, ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ തെറ്റുക. നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ നീ വിളിച്ച് പറയുന്നുണ്ടല്ലോ. നീ എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ, നിന്റെ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ പുച്ഛിച്ചുകൊണ്ടാണ് നീ എല്ലാവരും സംസാരിക്കുന്നത്. കാരണം നമ്മൾ പറയില്ല സീരിയസ് ആയിട്ട് പുച്ഛിക്കാന്ന്, നിനക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞ് പുച്ഛിക്കാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്. അത് നീ നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്മി കൈസ്, നിന്നോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ പൈസ വാങ്ങി മാത്രം ചെയ്താൽ പോരാ. അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും ഈ ഷീടോക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒലിവിയനെ സപ്പോർട്ട് ചെയ്ത് ഒലിവിയന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് അത് ചെയ്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളത് നിനക്കൊരു കടമുണ്ട്, മനസ്സിലായോ? അത് തെളിയിച്ചതിന് ശേഷം മാത്രമാണ് നീ ഒരു വീഡിയോ ഇട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ ഒരു VRSന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും വാങ്ങിയിട്ട് അവർക്കെതിരെ സംസാരിക്കാനും അവർക്കെതിരെ അല്ലെങ്കിൽ ഈ ഒലിവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരെ നേരൊക്കെ മൂക്കി കയറ്റാൻ നീ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവും മോനെ, അതിനെ നേരം ഉണ്ടാവും. ഉള്ളത് പറയുന്നത് എന്താ? പിന്നെ കുറച്ചെങ്കിലും നാണവും മാനവും നീ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസിന് കുറച്ചെങ്കിലും അന്തസ്സം ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ നീ അത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നേരായ വഴിക്ക് കാര്യങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. നേർവഴിക്ക് നിൽക്കുക, നേർവഴിക്ക് ആൾക്കാരെ നയിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് തെറ്റായ രീതിയിൽ പൈസയും വാങ്ങിയിട്ട് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. കാരണം നീ പൈസ വാങ്ങിയതിനുള്ള തെളിവുകളും നീ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതോടാ. അത്ര കാരണം എന്താ വെച്ചാൽ ഇപ്പം ഒലിവിയനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മൊത്തം പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ VRSനെ സപ്പോർട്ട് ചെയ്യുന്ന നീ എത്രത്തോളം വാങ്ങിയിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ. കാരണം ഈ കേസൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം ഹേമ കമ്മിറ്റി മെനക്കെട്ട് നീ ഇരുന്നൊരു വീഡിയോ ചെയ്യാറുണ്ട്. ഹേമ കമ്മിറ്റിന്റെ ഓരോ മിനിറ്റ് വെച്ചിട്ട് ഹേമ കമ്മിറ്റിന്റെ മുക്കും മൂല്യം എടുത്തിട്ട് നീ വീഡിയോ ഇടുന്ന ആളാ. ആ സമയത്തൊന്നും നിന്റെ മൂക്കിൽ ഇതൊന്നും കയറിയില്ലേ? നീ ഇപ്പോൾ ഷീടോക്സിന്റെ വീഡിയോ ഇടുന്ന കണ്ടേ? ഷീടോക്സിന് കൊടുത്ത സ്ക്രീൻഷോട്ട് നല്ല വൃത്തിയിൽ നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഷീടോക്സ് നിനക്ക് അയച്ചു തന്നിട്ട് നിന്നോട് ചെയ്യാൻ പറഞ്ഞാണോ? എന്തിനു വേണ്ടിയിട്ട്? റീച്ചിന് വേണ്ടിയിട്ട്, ഷീടോക്സിന്റെ ചാനൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ശുഷ്കാന്തി കാണിച്ചിട്ട് മോൻ ചെയ്യുകയാണ് കുത്തിനിട്ട്. കാരണം നല്ല വൃത്തിയിലുള്ള സ്ക്രീൻഷോട്ടാണ്. കാരണം മറ്റൊരു വീഡിയോ ഒന്ന് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളത് വീഡിയോ ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ ഇടുവാണെങ്കിൽ ഇത്രയും വൃത്തിയിൽ ആ ഒരു സ്ക്രീൻഷോട്ട് നിനക്ക് കിട്ടില്ല എന്നുള്ള 100% ഉറപ്പാണ്. കാരണം ക്ലാരിറ്റി എന്തായാലും കുറയും. നല്ല വൃത്തിയിൽ തന്നെ നീ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്, നമുക്കും അറിയാലോ. അപ്പം എന്തായാലും ആരാണ് നിനക്ക് അയച്ചു തന്നിരിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. എന്തായാലും ചെയ്യുന്ന കാര്യത്തിനോട് കുറച്ചും കൂടി നീതി പുലർത്തുക എന്നുള്ളതാണ്. നീയൊക്കെ ചോറന്നെയല്ലടാ തിന്നുന്നേ. ഞാൻ കാര്യം പിടിക്കാം, നീയൊക്കെ ചോറല്ല തിന്നുന്നത്. കാരണം ഇസ്മി കൈസിനെ പോലുള്ള ഒരു വ്യക്തിനെ ഞാൻ ഒരു റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളാണ്. കാരണം പുള്ളിക്കാരൻ്റെ ഓരോ വീഡിയോസും ഞാൻ കാണുമ്പോൾ ഞാനത് നോക്കിയിട്ട് റിയാക്ട് ചെയ്തിരുന്ന ഒരാളാണ്, റിയാക്ട് ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് ചില കാര്യങ്ങൾ പുച്ഛിച്ച രീതിയിൽ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു ഇദ്ദേഹം എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു പുച്ഛം കൊടുക്കുന്നത്? എന്ത് കാര്യമാണെങ്കിലും ചെയ്യുന്നൊരു നല്ല രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ട്യൂൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരാളെ പുച്ഛിച്ചുകൊണ്ടാണ്. പുച്ഛിച്ച രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം വീഡിയോ ചെയ്യാറും അത് കാണാറുമുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ പറയില്ല. ഷീടോക്സിന്റെ ഈ വീഡിയോ കണ്ട സമയത്ത്, ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഇയാളോട് എനിക്ക് കൂടുതൽ വെറുപ്പാണ് തോന്നി. കാരണം അപ്പം ഷീടോക്സിന്റെ ഈ വീഡിയോ ഇയാൾ റിയാക്ട് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഇയാളോട് പുച്ഛ തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം അറിയാതെയാണ് ചലച്ചുകൊണ്ടിരിക്കുന്നത്. എടോ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജിനു എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ പോയി ഇദ്ദേഹം തെറി വിളിച്ചതും ഈ തെറിത്താത്തേനെ മുന്നോട്ട് വിട്ടതും ബിഹൈൻഡിൽ VRSന്റെ മുതലാളി വന്ന് ഒളിച്ചു നിന്നതും ഒക്കെ നാട്ടുകാർ കണ്ട ലൈവുകളാണ്. ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ല. നീ ആരെ വിളിപ്പിക്കാനാണ് നോക്കുന്നത്? VRSനെ വിളിപ്പിക്കാനാണോ നോക്കുന്നത്? VRSനെ വിളിപ്പിക്കാനാണ് നിന്ന് വേറെ രീതിയിൽ വിളിപ്പിക്കടാ. VRSന്റെ മാത്രം വീഡിയോ എടുത്തിട്ട് VRS നല്ലതാണ്, VRS പവിത്രമാണെന്ന് പറഞ്ഞ് ഇരുന്ന് സംസാരിക്കും. വേണം VRSന് മുതലാളിനെ ലൈവ് കൊണ്ട് വരുത്ത്, എന്നിട്ട് നീ അവർക്കെതിരെ സംസാരിക്കുക. അതല്ലേ നല്ലത്. അല്ലാതെ ആർക്കും എതിരെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒലിവിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരിൽ VRSനെ സംസാരിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് പബ്ലിക്കായിട്ട് നീ ചെയ്യുന്ന കാര്യം തെറ്റ് തന്നെയല്ലേ മോനെ? നീ ചെയ്യുന്ന കാര്യം തെറ്റ് തന്നെയല്ലേ? നീ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നീ ശരിയാന്ന് പറയുന്ന പോലെ തന്നെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർക്കും ശരിയാവില്ലടാ കുട്ടാ. സത്യമല്ലേ ഞാൻ പറയുന്നത്? എടാ നീ എന്തൊക്കെ കാര്യങ്ങൾ നീ റിയാക്ട് ചെയ്യുന്നത് അതൊക്കെ നീ ശരിയെന്ന് പറഞ്ഞിട്ടാണോ നീ റിയാക്ട് ചെയ്യുന്നത്? അല്ലേ? നിനക്ക് തോന്നുന്ന ശരികളാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് തോന്നിയ ശരികളല്ല അവർ പറയുന്നത്. അവരെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഓരോ രീതികളുണ്ടല്ലോ, വളരെ ശരിയല്ലടാ, വലിയ ശരിയല്ല. നീ ചെയ്തത് വലിയ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ല കാര്യമാണ് ഇസ്മി കൈസ് എന്ന് പറഞ്ഞ നല്ല വ്യക്തിയായ മോനെ. നിന്നോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കുക എന്നുള്ളത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കാരണം നീ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പഠിച്ചിട്ടാണ് ചെയ്യാറ്. അതിന്റെ താഴെയുള്ള കമന്റ് ഞാൻ കണ്ടു. ഷീടോക്സിന്റെ കമന്റിന് താഴെ താനിട്ട കമന്റ് ഞാൻ കണ്ടു. എല്ലാം പഠിച്ചിട്ടാണ് നീ ചെയ്തതെന്നുള്ളത്. പഠിച്ചിട്ട് നീ ചെയ്തു. നീ പഠിച്ചിട്ട് നീ VRSന്റെ വർത്താനം കേട്ടിട്ട് VRSന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് നാണില്ലാതെ വീഡിയോ ചെയ്തിട്ട് നീ എന്ത് പഠിച്ചു? ഒലിവിയ ഡിസൈൻസിനെതിരെ ഇവർ നടത്തിയ കളികൾ എന്താണെന്നുള്ളതിന്റെ തെളിവുകൾ മൊത്തം നിരത്തിക്കൊണ്ടാണ് ഷീടോക്സ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഒരു തെളിവ് നിനക്ക് ഉണ്ടാകാൻ പറ്റുമോ? നീ VRS അയച്ചു തന്ന കുറച്ച് സ്ക്രീൻഷോട്ടും വീഡിയോയും വെച്ചിട്ട് നീ വീഡിയോ ചെയ്ത് നീ പറയുന്നതൊക്കെ ശരിയെന്ന് ആൾക്കാർ വിശ്വസിക്കും അല്ലേ? വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും, വേറെ കാര്യം. കാരണം നിന്നെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ. സത്യമാണല്ലോ. നീ മറ്റേ നമ്മുടെ എന്താ പറയുക
നിക്സ് വ്ലോഗ്സിനെ പറ്റിയിട്ട് നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരു വീഡിയോനെ പ്രൊമോട്ട് ചെയ്തു, ദാറ്റ് മീൻസ് ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തു പറഞ്ഞിട്ട് നീ റിയാക്ട് ചെയ്തായിരുന്നല്ലോ. അപ്പം നീ പറയുന്നത് ശരി, ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ തെറ്റ് അല്ലേ? നല്ല കാഴ്ചപ്പാട്. എന്തായാലും നിന്റെ കാഴ്ചപ്പാട് മാറ്റേണ്ട സമയമായിട്ടുണ്ട് മോനെ. ഇറ്റ്സ് മീ കൈസേ, കേട്ടോ. അപ്പം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാണോ മാനില്ലാതെ VRS വന്ന് പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന നിന്നോട് എനിക്ക് ഇതേ പറയാനുള്ളൂ. കാരണം കുറച്ചും കൂടി നാണമാനം വേണം, കുറച്ചും കൂടി നാണമാനം വേണം. കാരണം നീയൊക്കെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ആ ആൾക്കാർ തന്നെ ഇതുപോലെ VRSന്റെ കയ്യിൽ നിന്ന് പൈസ, അല്ലെങ്കിൽ VRSനെ പോലുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നീ വീഡിയോ ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം കുറച്ചും കൂടി അന്തസ്സുള്ള ആൾക്കാരെ നിന്ന് നീ പൈസ വാങ്ങി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ എന്ന് ഞാൻ പറഞ്ഞേ. കാരണം കുറച്ചും കൂടി അന്തസ് അവർക്ക് ഉണ്ടാവും. ഇവരെക്കാൾ അന്തസ് താന്നിട്ടാണ് നീ എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം VRSനെ പോലുള്ള ആൾക്കാരെ നിന്ന് പൈസ വാങ്ങിയിട്ട് VRSനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാന്ന് പറയുമ്പോൾ നിന്റെ അന്തസ് എവിടെ ഉണ്ടെന്ന് എനിക്ക് അളക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നല്ല കാര്യമാണ്, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതും ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒലിവിക്ക് വേണ്ടി ചെയ്യുന്നവർ മൊത്തം തെറ്റുകാരും VRSനെയും തെറിത്താത്തനെയും സപ്പോർട്ട് ചെയ്യുന്നവർ മൊത്തം തെറ്റുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിനക്കെതിരെ കേസ് കൊടുത്തതിനുള്ള ഒരു ശുഷ്കാന്തി നടക്കട്ടെ. എന്തായാലും നടക്കട്ടെ സ്മി കൈസ, നല്ല കാര്യം. ഇതുപോലെ ആയിരിക്കണം യൂട്യൂബേഴ്സ്, മനസ്സിലായല്ലേ? നിന്നെ പോലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ ഇസ്മി കൈസ് എന്ന് പറഞ്ഞ ആള് ബിഗ് ബോസിൽ നമ്മുടെ സിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? സിബിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട്, സിബിനെതിരെ മാത്രമല്ല സിബിന്റെ കൂടെയുള്ള ആ ഒരു പെണ്ണിനെ കുറിച്ചും ഇദ്ദേഹം ഇതുപോലെ തന്നെ സംസാരിച്ചു. ഭയങ്കര വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചതിനെ തുടർന്ന് സിബിൻ ഇദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥലത്ത് പോയിട്ട് ഇദ്ദേഹത്തിനെ മർദ്ദിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിയൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊക്കെ മറക്കാൻ എല്ലാവർക്കും പ്രയാസമാണ്. അതിന്റെ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഓഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഇസ്മി കൈസ് എന്ന് പറഞ്ഞ വ്യക്തി അത്ര നല്ലോനൊന്നുമല്ല. എല്ലാവരെയും വെളുപ്പിച്ച് നിൽക്കാൻ മാത്രം നിനക്ക് അറിയാമെന്ന് നീ വിചാരിക്കുകയും വേണ്ട. കാരണം നിന്റെ കയ്യിലുള്ള, അല്ലെങ്കിൽ നിന്റെ കറുത്ത കൈകൾ എന്ന് പറയുന്ന കൈകൾ ആർക്കൊക്കെ പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കളി കുറച്ച് സൂക്ഷിച്ച് കളിക്കുക എന്നുള്ളതാണ്. കാരണം വീഡിയോ ചെയ്യാം, നീ പറഞ്ഞ പോലെ തന്നെ എന്തും ചെയ്യാം എന്നുള്ള തോന്നൽ നിനക്കും വേണ്ട എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം കുറച്ചും കൂടി നാണവും മാനവും കുറച്ചും കൂടി ഉളുപ്പുള്ള രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാം. നീ ഒരാണല്ലേ, നട്ടലുള്ള രീതിയിൽ തന്നെ വീഡിയോ ചെയ്യും. അല്ലാതെ പൈസയും വാങ്ങിയിട്ട് ആണത്തം കാണിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ലടാ, മനസ്സിലായോ? ഇനിയിപ്പം നിനക്ക് ഇതിനെതിരെ ഒരു സപ്പോർട്ട്, അതായത് ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ പൈസ ആരെയും വാങ്ങിയിട്ടാണ് ഒലിവിനെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല, നാണമില്ലാതെ മാനമില്ലാതെ യൂട്യൂബ് വീഡിയോ ചെയ്ത നീ തന്നെ വന്നിട്ട് അതിന് മുന്നിൽ സോറി പറയാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ ആണെന്ന് ഞാൻ സമ്മതിക്കാം. അല്ലാത്ത പക്ഷം ഇറങ്ങി പോടാ യൂട്യൂബിൽ.